ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച പാർട്ടി ബി.ജെ.പി.ആണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. പുറത്തുവിട്ടിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളായി രംഗപ്രവേശനം നടത്തിയവർ ലക്ഷ്യം വെക്കുന്നത് മറ്റു പാർട്ടികളെയായിരുന്നു. മോദിക്കും അമിത്ഷാക്കും സുഖിക്കണമെങ്കിൽ മറ്റു പാർട്ടി നേതാക്കളെയും പാർട്ടികളെയും കുറ്റം പറയണമെന്ന നിലപാടിലാണ് സ്ഥാനാർത്ഥികൾ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം വിവാദങ്ങളിൽ തലവെച്ചത് രാജ്യത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കിയ കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വരെയുള്ളവരെ ഉദാഹരണമായി കാണിക്കാൻ സാധിക്കും. ഉത്തരേന്ത്യയിലേക്ക് കടന്നു വന്നാൽ പറയുകയും വേണ്ട. വായ തുറന്നാൽ മണ്ടത്തരം വിളമ്പുന്ന ന്യൂനപക്ഷങ്ങളെ അടക്കം കുറ്റം പറയുന്ന ജോലിയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കുള്ളത്. എന്തായാലും പ്രതീക്ഷ വെച്ചു പുലർത്തിയ പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിത തിരിച്ചടിയാണ് കാത്തിരിക്കുന്നതെന്ന രഹസ്യ റിപ്പോർട്ടിനെ തുടർന്ന് ബി.ജെ.പി. ശക്തമായ മുന്നറിയിപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വിവാദ പ്രസ്താവനകൾ വേണ്ടെന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾക്ക് ബി.ജെ.പി. നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ജയിക്കാനുള്ള സാഹചര്യം സ്ഥാനാർത്ഥികളായിട്ട് കളഞ്ഞു കുളിക്കരുതെന്നും നേതാക്കൾ പറയുന്നുണ്ട്. പ്രചരണത്തിനിടെ സ്ഥാനാർത്ഥികൾ പ്രകോപനമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്കെതിരായി തെറ്റായ പരാമർശം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. അവരുടെ സ്ഥാനാർത്ഥികളോട് പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകൾ തുടർച്ചയായി വിവാദമാകുന്ന സാഹചര്യത്തിലാണ് നേതൃത്വം രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും വികസനത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനുമാണ് സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വികസനം കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഇല്ലാതിരുന്നിട്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ് സത്യം. നേരത്തെ നടി കങ്കണ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. ഇനിയും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നതിൽ വലിയ ആശങ്ക ബി.ജെ.പിക്കുണ്ടായിരുന്നു. എന്നാൽ അന്ന് വിവാദ പ്രസ്താവനകൾക്ക് പകരമായി മോദി സർക്കാരിൻ്റെ വികസനത്തെക്കുറിച്ചോ സ്ത്രീ ശാക്തീകരണ പരിപാടികളെക്കുറിച്ചോ സംസാരിക്കാൻ ബി.ജെ.പി. നേതൃത്വം കങ്കണയോട് നിർദ്ദേശിക്കുകയായിരുന്നു. കങ്കണക്ക് നൽകിയ താക്കീതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കും നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ അത് പാർട്ടിക്കും തെരഞ്ഞെടുപ്പിലും ക്ഷീണമാകുമെന്നതാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം പറയുന്നത്.